At this moment, I thank myself. What's your name? Shane. The most controversial actor of recent times. The very talented youth heartthrob. ഹായ്, ഫേസ്ലെസ് ആണ്. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഷെയ്ൻ നിഗത്തിന്റെ കരിയർ ഗ്രോത്തും അതുപോലെ തന്നെ ഡൗൺഫോളിനെ കുറിച്ചുമാണ്. ഒട്ടും പേടിക്കണ്ട, കറക്റ്റ് സ്ഥലത്താണ് വന്നേക്കുന്നത്. മിമിക്രി കലാകാരനും നടനുമായ അബിയുടെ മകനായ ഷെയ്ൻ നിഗം തന്റെ അഭിനയ ജീവിതം ആരംഭിക്കുന്നത് ബാലതാരമായിട്ടാണ്. അൻവറിലാണ് ആദ്യമായിട്ട് ഷെയ്ൻ നിഗം അഭിനയിച്ചത്. അതിനു മുമ്പ് അമൃത ടിവിയിലെ റിയാലിറ്റി ഷോയില് ഡാൻസ് ചെയ്ത് വിന്നറായ ആളാണ്. For the next performance, let's welcome Shane. ഹായ് വ്യൂവേഴ്സ്, അടുത്തൊരു ഡി ജെ റൗണ്ടാണ്. ഇപ്പോൾ സാവിച്ച് ചേട്ടന് ഒരു പാട്ടിട്ട് തരും, അതിനനുസരിച്ച് ഡാൻസ് കളിക്കണം. ഇപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ട്. നിങ്ങളെല്ലാവരും കാണണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. പക്ഷെ അതിന്റെ പേരിൽ കുറച്ച് കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. കാരണം ആ സമയത്ത് അമൃത ടിവി പറ്റിച്ചു എന്ന് പറഞ്ഞ് അബി ഉൾപ്പെടെ അതിനെതിരെ കേസ് കൊടുത്തതാണ്. പിന്നെ എന്നാൽ അതിനു മുൻപ് തന്നെ മറ്റൊരു റിയാലിറ്റി ഷോയില് പാടാൻ പോയി നിൽക്കുന്ന അബിയുടെ വീഡിയോകള് ഇപ്പൊ യൂട്യൂബിലൊക്കെ വൈറലാണ്. പാടാൻ പോയി നിന്ന് നാണം കെട്ടുവരുന്ന ഷെയ്ൻ നിഗത്തെ ഇപ്പോ യൂട്യൂബിലൊക്കെ അടിച്ചു നോക്കിയാൽ കിട്ടും. What's your name? ഷെയ്ൻ. മോൻ ഏത് ക്ലാസ്സിലാ? 6th. നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പാട്ട് കുറച്ചും കൂടി ഒന്ന് ശരിയായ നമുക്ക് അടുത്ത വർഷം ശരിയാക്കി എടുക്കാം. தமிழ் பாட்டா பாடணுமா? ஓகே, ரொம்ப பிடிக்கும் பாடுற, அதுதான் நீங்கள் சகிச்சிடணும். ஓகே. நிலவிடும் வாடகை வாங்கி வீட்டினில் குடி வைக்கலாமா? நான் வாழும் வீட்டுக்குள் வேறாரும் வந்தாலே തകുമാ. പക്ഷേ അവരുടെയൊക്കെ വായടപ്പിച്ചുകൊണ്ട് പിന്നീട് ഷെയ്ൻ സിനിമയിലേക്ക് വന്നു. 2016 കിസ്മത്തും കെയറോസ് സൈറാബാനും ഒക്കെ ചെയ്ത് വൈവിധ്യമാർന്ന കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ കഴിയുന്ന ഒരു ബഹുമുഖ നടനായി പ്രേക്ഷകര് ശ്രദ്ധിക്കുന്ന രീതിയിൽ ഷെയ്ൻ വളർന്നു. ഷെയ്ൻ വളരെ നല്ലൊരു നടനാണ്. അഭിനയിച്ച എല്ലാ സിനിമകളും കൊമേഴ്ഷ്യൽ സക്സസ് ആക്കിയ ഒരു നടനാണ്. നല്ല ആർട്ടിസ്റ്റ്, അതിൽ യാതൊരു സംശയമില്ല. ഷെയ്ൻ പ്രശസ്തനാവുന്നത് പറവ എന്ന സിനിമയിലൂടെയാണ്. സൗബിൻ ഷാഹിർ സംവിധാനം ചെയ്ത ഈ ചിത്രം ഷെയ്ൻ നിഗത്തെ പ്രേക്ഷകരുടെ മുമ്പിൽ മലയാളികൾക്ക് ഇങ്ങനെ ഒരു നടനുണ്ട് എന്നുള്ള ഒരു നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നു. ഒരു പെയിൻ ഞാൻ തന്നെ ഇങ്ങനെ പതുക്കെ കൊണ്ടുവന്ന് എനിക്കും അറിയില്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് പോണെന്നല്ലേ. ആക്ഷൻ പറഞ്ഞ സമയത്ത് എന്റെ ഉള്ളിൽ നിന്ന് അങ്ങനെ വന്നതാണ്. അടുത്ത മൂവി ഈടെയായിരുന്നു. പ്രണയത്തിന്റെയും രാഷ്ട്രീയത്തിന്റെയും പശ്ചാത്തലത്തിലുള്ള ഈ ചിത്രത്തിൽ ഷെയ്ൻ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചത്. അതിനുശേഷം 2019 കുമ്പളങ്ങി നൈറ്റ്സ് വന്നു.